ആനി, എന്തിനാ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കരുത്, ഞാനൊരു വക്കീല. അത് എന്തിനാ വെറുതെ സാറിനോട് അതൊക്കെ? ഒന്നുമില്ല സർ. ആനി ആരാണെന്നോ നാടെവിടെയാണെന്നോ എനിക്കറിയില്ല, പക്ഷേ തൻ്റെ മനസ്സ് അതെനിക്ക് വായിക്കാം. ടെൽ മീ, എന്താ എന്നോട് പറയാനുള്ളത്? സാറിനോട് ഒന്നും മനഃപൂർവ്വം പറയാതിരുന്നതല്ല, അതിനുള്ള അവസരം കിട്ടിയില്ല എന്നതാ സത്യം. എൻ്റെ നാട് അങ്ങ് പാലത്തറയാണ്. ആനി എന്ന പേര് എനിക്കിട്ടത് തന്നെ പാലത്തറ പള്ളിയിലെ ഫാദർ കുര്യാക്കോസ്. ശരിക്ക് പറഞ്ഞ ഞാൻ ഒരു ഓർഫനാണ് സർ. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോയ അനാഥ. പഠിച്ചതും വളർന്നതും ഒക്കെ പാലത്തറ പള്ളിവക ഓർഫനേജിലായിരുന്നു. പഠനം പൂർത്തിയാക്കി ഇറങ്ങി ഇന്ന് ഈ പൊസിഷനിലാവുന്നത് വരെ ഒരു സ്ത്രീയായി പോയതുകൊണ്ട് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുന്നതിനിടയിൽ എവിടെയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വാദിക്കാൻ ഒരാളുണ്ടെന്നുള്ള അറിവ് എത്രമാത്രം ശക്തി തന്നൂന്ന് ഇപ്പൊ പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. സാറിന് മാത്രമല്ല, ആർക്കും. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന വ്യക്തിയോട് എനിക്ക് ആരാധന തോന്നി തുടങ്ങിയത്. ഏതൊരു പെണ്ണിനെയും പോലെ എനിക്കും ഒരിക്കൽ വിവാഹം വേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരാളെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കുമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരിക്കൽ ഗവൺമെന്റ് ലൈബ്രറിയിൽ വെച്ച് ആ പൗരുഷമുള്ള വ്യക്തിത്വത്തെ ഞാൻ കണ്ടു. അലക്സ്. എല്ലാ തരത്തിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ, സാറിൻ്റെ സ്വഭാവമുള്ള മറ്റൊരാൾ. അലക്സിനെ കുറിച്ച് സാറിനോട് സംസാരിക്കണമെന്നും പരിചയപ്പെടുത്തി തരണമെന്നും പല പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നടന്നില്ല. ഇതാണോ വലിയ കാര്യം? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഒരു നിമിഷമെങ്കിലും എന്നെ മനസ്സുകൊണ്ട് വിശ്വസിച്ചിരുന്ന ആളല്ലേ എനിക്ക് ഞാനുണ്ട്. നിങ്ങളുടെ വിവാഹം ആരെതിർത്താലും ഞാൻ നടത്തിത്തരും. ഇനി അത് നടക്കില്ല. വെറുതെ കരയല്ലേ? എന്തുകൊണ്ട് നടക്കില്ല? അലക്സ്, ഞാൻ കരുതിയ പോലെ ഒരാളായിരുന്നില്ല. എന്നെ ചതിക്കായിരുന്നു. അവൻ ചീത്തയാ. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്ന കാര്യം. എന്തായാലും അലക്സിനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളൂ. എന്തോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ? സ്വന്തം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോളാന്ന് പറയുന്നവനോട് എന്ത് പറയാൻ? പക്ഷേ അവന്റെ ഉദ്ദേശം മാത്രം എന്റെ അടുത്ത് നടന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. മേലിൽ എന്നെ ശല്യം ചെയ്യരുതെന്ന് അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഏറ്റു. അവന്റെ നമ്പർ തരാം. ഹലോ, ഞാൻ അല്പം തിരക്കില്ല, പിന്നെ വിളിക്കും. പ്ലീസ് ഫോൺ കട്ട് ചെയ്ത് സർ. 1 മിനിറ്റ്. ലക്ഷ്മണ സാറ് തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇത് ഞാനാ, അലക്സ്. ആനി പറഞ്ഞില്ലേ, അതേ അലക്സ്. ഇതവനാ അലക്സ്. താൻ ഒരുപാടങ്ങ് ഷൈൻ ചെയ്യല്ലേ? അതാ അങ്ങോട്ടും സാറിനോട് എനിക്ക് പറയാനുള്ളത്. നീ ഒന്ന് ചിന്തിക്കും മുമ്പ് ഒരു വെളിപ്പാടകല ഞാൻ എത്തിയെങ്കിൽ എന്റെ റേഞ്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആനി, അവളെ അങ്ങ് വിട്ടേക്ക്. ലക്ഷ്മണൻ വക്കീലിനെ അലക്സിനെ ഇതുവരെ അറിയില്ല. ചിലതിനെ അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് സാറേ. ഹലോ, അവനെന്നെ ശരിക്കറിയില്ല. 24 മണിക്കൂറിനകം ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയെടുത്ത് എന്റെ മുന്നിൽ കൊണ്ടിടുന്ന കോളനി പിള്ളേർ എന്നോടൊപ്പം ഉണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഞാൻ ചീത്തയാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അനി, അത് ഞാൻ അന്വേഷിച്ചു. വർഗീസ് എന്നൊരാളുടെ പേരിലുള്ളതായി ഈ നമ്പർ. പക്ഷേ ഈ വർഗീസ് മരിച്ചിട്ട് തന്നെ 5-6 വർഷമായി. ഈ അലക്സ് എന്ന വ്യക്തിയെക്കുറിച്ച് വർഗീസിന്റെ കുടുംബക്കാർക്ക് ഒരു അറിവുമില്ല. ഈ നമ്പർ ഫേക്കാണ് സാർ.
ഹലോ സാർ, ഞാൻ അലക്സിന്റെ കയ്യില്. രക്ഷിക്കണം. ആനി, നീ എവിടെ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അറിയില്ല സാർ, ഏതോ പഴയ വീടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ആനി ഒന്ന് പുറത്തോട്ട് നോക്കൂ. എന്തെങ്കിലും ഒരു അടയാളം. അത് പിന്നെ എയർപോർട്ട്